ഈ നേരെ കൊച്ചിയിലേക്കാണ്. ഈ ഉത്രം തിരുനാൾ സദ്യ കഴിച്ചിട്ടുണ്ടോ? അല്ല, ഇലയിലൊക്കെ നല്ല കറികളൊക്കെ വിളമ്പി നല്ല അസാധ്യ സദ്യയാണ്. പക്ഷേ ഇത്തവണ ഒരു കാര്യമുണ്ട്, ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് ഇലയിലായിരിക്കില്ല സദ്യ, പകരം ബുഫേ ആയിരിക്കും. ഉച്ചയ്ക്ക് ശേഷം പോകണുണ്ടോ? ഉച്ചയ്ക്ക് ശേഷം പോയിട്ട് കാര്യമില്ല, ജിജീഷ് ഉണ്ട്, ജിജീഷിനാണ് ആ ഭാഗ്യം മുഴുവൻ. ജിജീഷിലേക്ക് പോകാം. തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഉത്രം തിരുനാൾ മഹോത്സവം ഇന്ന്. പ്രസിദ്ധമായ ഉത്രം തിരുനാൾ സദ്യയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഭഗവാന്റെ തിരുനാളായ ഉത്രം ഉത്സവത്തിലും തിരുനാൾ സദ്യയിലും പങ്കെടുക്കാൻ ആയിരങ്ങളെത്തും. രാവിലെ 10-ന് ഉത്രം സദ്യ ആരംഭിക്കും. ഭഗവാന്റെ പിറന്നാൾ ആഘോഷത്തിൽ ഇത്തവണ ഇല സദ്യ ഉണ്ടായിരിക്കില്ല. ഗ്രഹണ സമയത്തെ ആചാരങ്ങൾ പാലിക്കേണ്ടി വരുന്നതിനാൽ ബുഫേ സംവിധാനമായിരിക്കും. കഴിഞ്ഞ വർഷം ഉച്ചയ്ക്ക് 3 വരെ 70,000 പേർക്കായിരുന്നു സദ്യ വിളമ്പിയത്. വിവരങ്ങൾ നൽകാൻ ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്തായാലും ഈ ഉത്രം തിരുനാൾ സദ്യക്ക് പോകുമെന്ന് എനിക്കറിയാം. എന്തായാലും ഈ ഉത്രം തിരുനാൾ സദ്യയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ക്രമീകരണങ്ങളാണ് അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം ഇപ്രാവശ്യം ഇല സദ്യ ഉണ്ടായിരിക്കില്ല, അതിന് കാരണം എന്താണ്? അശ്വതി, രാഗിയും പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു സന്തോഷത്തിന്റെ നിമിഷങ്ങളിൽ തന്നെയാണ് നമ്മളുള്ളത്. കാലങ്ങളായി നടക്കുന്ന ഒരു ചടങ്ങ്, പൂർണ്ണത്രയീശന്റെ ഉത്രം തിരുനാൾ. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തിച്ചേരുന്ന ആ ഒരു നീണ്ട ക്യൂ നമുക്ക് ഇപ്പോൾ തന്നെ കാണാം. കാരണം 10 മണിക്കാണ് ആരംഭിക്കുന്നത്. അതിന് മുമ്പ് തന്നെ ആളുകൾ ഈ ഒരു ഇതിലെല്ലാം ക്യൂവിലെല്ലാം ഇടം പിടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ അടക്കമുള്ള ആളുകൾ നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് അവരെല്ലാവരും തന്നെ നടത്തുകയും എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇത്തവണയും വലിയ ഒരുക്കങ്ങളാണല്ലോ നമ്മൾ ഉത്രം സദ്യയുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ വിപുലമായ ഒരുക്കങ്ങളോടുകൂടി നല്ല രീതിയിൽ നടത്താൻ വേണ്ടി ഞങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ തന്നെ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു തടസ്സമില്ലാണ്ട് വളരെ ഭംഗിയായിട്ട് നടക്കുന്നുള്ള ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എത്ര പേരൊക്കെയാണ് ഓരോ തവണയും വരാറ്? ഞങ്ങൾ ഹാർഡ്ലി ഒരു 70,000 80,000 ആൾക്കാരാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കൊല്ലമൊക്കെ ഏതാണ്ട് ആ സമയത്ത് അത്ര ആൾക്കാർ വന്നിട്ടുണ്ട്. ഇത്തവണ ഞങ്ങളൊരു 70,000 ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഭഗവാന്റെ ഭക്തന്മാരെ നമ്മൾ സ്വീകരിച്ചിരുത്തി അവർക്ക് ഭക്ഷണം കൊടുത്ത് സന്തോഷമായിട്ട് പറഞ്ഞുവിടുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്തം ഞങ്ങൾ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും വിപുലമായ രീതിയിലാണ് ഇപ്രാവശ്യം ഞങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ആനപ്പറമ്പിലും വെങ്കടേശ്വര മന്ദിരിലും ഊട്ടുവരയിലും എല്ലാം വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചന്ദ്രഗ്രഹണം പ്രമാണിച്ച് നമ്മൾ ബുഫയാണ് ഇപ്രാവശ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഭക്തജനങ്ങളുടെ ഏറ്റവും പെട്ടെന്ന് തന്നെ കഴിച്ച് അവർക്ക് പോകാനുള്ള സൗകര്യമാണ് ഇപ്രാവശ്യം കൂടുതൽ ഒരുക്കിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം ആചാരങ്ങൾ എന്തിൻ്റെ ഒരു ഭാഗമായിട്ടെല്ലാമാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്? എന്തെല്ലാമാണ് ചടങ്ങുകൾ? അല്ല, ഭഗവാന്റെ പിറന്നാളെന്നാണല്ലോ ഐതിഹ്യം. അപ്പം അതിനനുസരിച്ചുള്ള പിറന്നാൾ സദ്യയാണ് നടത്തുന്നത്. അന്നദാനമല്ല, പിറന്നാൾ സദ്യയാണ്. പുതിയ കമ്മിറ്റിയുടെ പുതിയ സംരംഭമാണത്. അപ്പോൾ ഏറ്റവും വല്ല കാര്യമായിട്ട് അവർ എഫക്റ്റീവായിട്ട് ഒരു 3 മാസം മുമ്പ് തന്നെ വർക്ക് ചെയ്തിട്ട് വർക്ക് തുടങ്ങിയിട്ടാണിത് കംപ്ലീറ്റിന്. ആന എഴുന്നള്ളിപ്പ്, അതുപോലെ തന്നെ വൈകിട്ട് തീയാട്ടോട് കൂടെ അവസാനിപ്പിക്കുന്നു. ലക്ഷ്മീനാരായണ വിളക്കാണല്ലോ, അപ്പോൾ അതിന് വൈകിട്ട് പിഷാരി ക്ഷേത്രത്തിൽ വരുന്ന ആന എഴുന്നള്ളിപ്പ് ഇവിടെ കൂട്ടെഴുന്നള്ളിപ്പായി ഭഗവതിയും ചെറുപട ഇറക്കി പൂജയൊക്കെ കഴിഞ്ഞ് അതിനുശേഷം അവസാനിക്കുന്ന പരിപാടിയാണ്. എല്ലാ വിധത്തിലും ചടങ്ങുകൾക്കൊന്നും യാതൊരു ഇതുമില്ല. തന്ത്രിയും മുഖ്യനായിട്ടൊക്കെ സമിതി ആലോചിച്ചിട്ട് തന്നെയാണ് എല്ലാം മുന്നോട്ട് പോകുന്നത്. വളരെ വിപുലമായിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ തിരക്കിന് വർദ്ധിച്ചു വരുള്ളായിരിക്കും. മണിക്കൂറായിട്ട് കൊടുക്കാൻ ഞങ്ങൾ ഏകദേശം 18ഓളം കൗണ്ടറുകൾ നമ്മൾ സ്ഥാപിക്കുന്നുണ്ട്. അതിന് സെർവ് ചെയ്യാനുള്ള വളണ്ടിയേഴ്സ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ആളുകളുണ്ട്. അപ്പോൾ എല്ലാം ഒരുക്കങ്ങൾ ചെയ്തിട്ടുണ്ട്. ആളുകൾ വന്നാൽ പെട്ടെന്ന് കഴിച്ചു പോകുന്ന സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. താങ്ക് യു. അശ്വതി, രാഗി, നമ്മൾ കണ്ടു ഇതിന്റെ സംഘാടകർ ഈ ഒരു ഒരുക്കങ്ങളുടെ എല്ലാം പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച ആളുകളെയാണ് കണ്ടത്. ഇനി ഈ സദ്യയ്ക്കായി ഇവിടെ എത്തിയിട്ടുള്ള വളരെ നേരത്തെ തന്നെ ക്യൂവിൽ ഇടം പിടിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ട്. വിശ്വാസികൾ, അവർ വിശ്വാസപൂർവ്വം തന്നെ ഇവിടെ എത്തിയ ആളുകൾ വളരെ നേരത്തെ തന്നെ എത്തി. എല്ലാ തവണയും വരാറുണ്ടോ? ഓ, എല്ലാ തവണയും വരാറുണ്ട്. ഈ സദ്യയുടെ ഭാഗമാകാറുണ്ട്. പൂർണ്ണത്രയീശന്റെ ആളാണ്. ഒരു മനസ്സിലൊരു സന്തോഷം എല്ലാ തവണയും വരുമ്പോൾ. ഒരുപാട് പേര് വരുമല്ലോ അല്ലേ? അതെ അതെ അതെ, ഒരുപാട് പേര് വരും. തിരക്കില് നേരത്തെ വന്നു. 10 മണിക്ക് ആരംഭിക്കാം. ഞാൻ 6:45 എത്തി. എങ്ങനെയാണ് അമ്മ ഒരു ഇതിന്റെ ഭാഗമാകുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. ഭഗവാന്റെ മണ്ണിൽ വന്ന് നിൽക്കാൻ സാധിച്ചല്ലോ. അതെ 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 ആദ്യം തന്നെ
ആദ്യം തന്നെ ഒന്ന് തൊഴുത് ഇപ്പം നമ്മൾ അന്നദാനം കഴിക്കാൻ നിൽക്കുവാണ് ഇവിടെ. ഇതെല്ലാമാണ് അതെ അതെ, മകൻ തൊഴുത്, പൂരം തൊഴുത്, പുത്രം തൊഴുത് ഒക്കെ ചെയ്തു. എല്ലാ വർഷവും മിക്ക വർഷങ്ങളിലും വരാറുണ്ട്. എങ്ങനെയാണ് എന്താ പറയാനുള്ളത്? എല്ലാം കൊണ്ട് സന്തോഷം തന്നെ. ഇരുന്ന് ഉണ്ണണ കാലം, നിലത്തിരുന്ന് ഉണ്ണണ കാലം തൊട്ട് ഞാൻ വന്നു തുടങ്ങി ഉണ്ണാനായിട്ട് ഇവിടെ. ഇതുവരെ മുടങ്ങിയിട്ടില്ല. അത് സന്തോഷത്തോടുകൂടി വന്നുകൊണ്ട് ചെറുപ്പത്തിലേ വന്നു തുടങ്ങിയത് അവിടെ ഞങ്ങള് ജിജീഷ് ഒന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷത്തോടുകൂടി. പുതിയ ഊർജ്ജമാണ് നൽകുന്നത്. ശരി, എല്ലാ കൊല്ലവും വരുന്നതാണ് സന്തോഷം. ജിജീഷ്, അവിടെ ഒരുപാട് പേര് ക്യൂവിലുണ്ട്. നേരത്തെ തന്നെ ക്യൂവിൽ ഇടം പിടിച്ച് അവർക്ക് ആ അനുഗ്രഹം വേണം. ജിജീഷിനോട് ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം ഒന്ന് കൊടുത്തോട്ടെ. ജിജീഷ്, കേൾക്കാൻ സാധിക്കുമെങ്കിൽ അവിടെ ഒരുപാട് പേര് ക്യൂവിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പം 10 മണിക്കാണ് ഉത്രം സദ്യ. ജിജീഷ്, ബുഫേ ആണ്, അപ്പോൾ വളരെ സംയമനത്തോടെ മാത്രം ആഹാരം കഴിക്കുക, കാരണം ഒരുപാട് പേര് ക്യൂവിലുണ്ട്. 10 മണിക്ക് നമുക്ക് വാർത്തയും തരണം, അല്ലേ രാഖി? ശ്രീ, നമുക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ അവരുടെ ദൃശ്യങ്ങളിലേക്കും അതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ പോകാം. കാരണം ഈ ഒരു ക്യൂ പുറത്തേക്ക് വരെ നീണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം അല്ലേ എല്ലാ തവണയും വരാറുണ്ടോ? ഉണ്ട്. ഉത്തരസദ്യയുടെ ഭാഗമാകാറുണ്ട്. പൂർണ്ണത്രേസ്യന്റെ അനുഗ്രഹമായി പോകുന്നതാണ്. ആദ്യമായിട്ടാണ്. എങ്ങനെ കേട്ടറിഞ്ഞു വന്നതാണോ? അല്ല, നമ്മളിവിടെ അടുത്തുള്ളതാണ്. അന്നേരം പിന്നെ നമ്മൾ ഓരോരുത്തർ പറഞ്ഞു കേട്ടു, പിന്നെ പേപ്പറിലുണ്ടായിരുന്നു. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വരാൻ പറ്റാറില്ല. വരാറുണ്ട്, ഉണ്ട്. ഇവിടുത്തെ എല്ലാ പരിപാടിക്കും വരാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു അനുഗ്രഹം തന്നെയല്ലേ നമുക്കിത് ഈ സദ്യ? പിന്നെ തീർച്ചയായിട്ടും ഈ അമ്പലവും ഈ സദ്യ എല്ലാം വലിയൊരു അനുഗ്രഹം. വളരെ സന്തോഷം. പൂർണ്ണത്രേസ്യന്റെ മണ്ണിൽ വരാൻ പറ്റുക? അയ്യോ, വലിയൊരു അനുഗ്രഹം. അതൊരു ഭാഗ്യമാണ്. ഇനിയും കഴിയുന്നിടത്തോളം കാലം വരണമെന്ന് ആഗ്രഹമുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക്? അതെ അതെ, ഇവിടെയും തൊഴുത് താഴെ പോയി തൊഴുതിട്ടാ പറഞ്ഞത്. 10 മണിയോടുകൂടി ആരംഭിക്കും. ആരംഭിക്കും. അത് മാത്രമേ ഉള്ളൂ. മറ്റേ ഇലയിലാ തരുന്നത്. ആചാരപരമായ കാര്യങ്ങളുടെ ഭാഗമായിട്ട്. അത് തന്നെ. ദൈവമേ, സന്തോഷം. ഈശ്വര, വരാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ, അത് തന്നെ അനുഗ്രഹം. സന്തോഷത്തിന്റെ നിമിഷത്തിലാണ്. സന്തോഷ നിമിഷം. ഇന്നലെ ആറ്റുകാലിൽ പോയി, ഇന്നിവിടെ ആറ്റുകാലിൽ പോയിട്ട് വരുവാണ്. വന്ന് വീട്ടിൽ വന്ന് സാധനം വെച്ച് ഇങ്ങോട്ട് വന്നു. അടുത്തടുത്ത ദിവസങ്ങളിലെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങൾ ഉണ്ടാവുന്നു അല്ലെ? ഒന്ന് മകൻ റോഡിൽ ചോറ്റാനിക്കര, തൊട്ടടുത്ത ദിവസം പറ്റിയില്ല, തിങ്കളാഴ്ച അങ്ങോട്ട് പോയി വരണം. നല്ല തിരക്കായിരുന്നു. പതിവ് കവിഞ്ഞ തിരക്കായിരുന്നു. നല്ല തിരക്കായിരുന്നു. അതാ പറയുന്നത്, ചോറ്റാനിക്കര കഴിഞ്ഞു, പിന്നീട് ആറ്റുകാല് വന്നു, പിന്നീട് നമ്മുടെ ഇവിടെ ഉത്രം സദ്യ നല്ല ദിവസങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. അശ്വതി, രാഖി, നമുക്ക് ഓരോ ആളുകളും അവർ എത്രമാത്രം ആനന്ദം, ആത്മസന്തോഷം അനുഭവിക്കുന്നുണ്ട് ഭക്തിയുടെ അന്നദാനത്തിൽ പങ്കാളിയാവുക, അല്ലെങ്കിൽ കഴിക്കുമ്പോൾ അവരുടെ എല്ലാം മുഖം കൂടി മനസ്സിലുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.